മാഡം എന്താ ഇവിടെ? മാഡോ? ഓഹോ, അപ്പൊ നിങ്ങൾ നേരത്തെ പരിചയക്കാരാണല്ലേ? അമ്മ ഇത് ആവണി, എന്താ വന്നിട്ട് ഇവിടെ തന്നെ നിന്ന് കളഞ്ഞേ? വാ, അകത്തേക്ക് വാ ചേച്ചി. ഞാൻ പറഞ്ഞത് സുധയ്ക്കും കൂട്ടുകാരിക്കും മനസ്സിലായില്ല എന്നുണ്ടോ? വ്യക്തമായിട്ട് മനസ്സിലായി കാണില്ല അമ്മ. സുധയോട് ഇറങ്ങിപ്പോന്ന് വ്യക്തമായി ഞാൻ പറഞ്ഞ ഈ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് സുധയ്ക്കത് നാണക്കേടാവില്ലേ? ഇല്ലേ സുധ? അതോ ഞാൻ വ്യക്തമായി തന്നെ പറയണോ? ആവണി, ഈ വാഷ്റൂം എവിടെയാ? മോളിലാണ് മാഡം. ഞാൻ യൂസ് ചെയ്തോട്ടെ? പിന്നെന്താ, വാ. കൂട്ടുകാരിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകില്ലെന്നുണ്ടോ? ഒരു സ്ത്രീ അവർക്ക് പരിചയമുള്ള ഒരു വീട്ടിൽ വന്ന് വാഷ്റൂം ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അത് തടയുന്നത് ശരിയാണോ? അതൊക്കെ ഭയങ്കര മോശമല്ലേ അമ്മേ? ഇനി അമ്മയായിട്ട് തന്നെ മുന്നിൽ നിന്ന് മാറിയ നേരത്തെ ഇട്ട ബിൽഡപ്പ് ഒക്കെ അതേപടി നിലനിൽക്കും. ഞാനായിട്ട് തട്ടി മാറ്റിപ്പോയാ അത് അമ്മയ്ക്കൊരു ക്ഷീണാവും. സോ പ്ലീസ്. ആ, അതാണ് അമ്മയ്ക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂട്ടോ. അവണി വാ. അമ്മ, സുധച്ചേച്ചേക്കാൾ വിഷാണ് കൂടെ വന്നവരെന്ന് തോന്നുന്നു. ചേച്ചി അവിടെയാ വാഷ്റൂം? വേണ്ട അവണി, യശോദാമ്മയ്ക്ക് ചെറിയൊരു ഡോസിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. എങ്ങനെയുണ്ട് രണ്ടുപേരെയും കണ്ടിട്ട്? കൊള്ളാം, സൂപ്പർ. കോടതിയിൽ കുറച്ച് എന്റർടൈനിങ് ആയിരിക്കും. കുറച്ചൊന്നും അല്ല, നല്ല എന്റർടൈൻമെന്റ് ആയിരിക്കും. അതെ. മോഹനില്ലേ അവണി? കുറച്ചു മുന്നേ വക്കീലിന്റെ കൂടെ പുറത്തേക്ക് പോയതാ. തൽക്കാലം മോഹനം വരുന്നവരെ ഞാൻ ആവണിയുടെ അഡ്വക്കേറ്റ് ആണെന്ന് ആരോടും പറയണ്ട. അതെന്താ മാഡം? പറയാതിരിക്കുന്നതിലൊരു രസം ഉണ്ടാവോടോ. വാഷ്റൂം യൂസ് ചെയ്ത് കഴിഞ്ഞില്ലേ? എന്നാ പിന്നെ ഇറങ്ങായിരുന്നില്ലേ? എന്തായാലും വന്ന സ്ഥിതിക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോയാ പോരെ യശോദാമ്മേ? ഇത് നല്ല കുത്ത്. ഇപ്പൊ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെയായല്ലോ. ഒട്ടകമെങ്കിൽ ഒട്ടകം. സത്യം പറഞ്ഞാലേ ഞാൻ ഈ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ കയറി വന്നപ്പോൾ എനിക്കൊരു ക്ഷീണം. അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം ഇരുന്നിട്ടേ പോകുന്നുള്ളൂ. ആ പിന്നെ കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടിയാ കൊള്ളായിരുന്നു. വെള്ളം ഞാൻ എടുക്കാം മാഡം. ഏയ് വേണ്ട, അവിടെ എടുക്കണ്ട. 3 മാസം വരെ സ്റ്റെപ്പ് കയറുന്നത് ഇറങ്ങുന്നതൊക്കെ വളരെ സൂക്ഷിക്കണം. പിന്നെ നിനക്ക് വെള്ളം ഞാൻ എടുത്ത് തരണമായിരിക്കും. അമ്മയോട് ഞാൻ എങ്ങനെ പറയൂ? 5 കൊടുത്ത് തന്നാലും മതി. പിന്നെ നിങ്ങൾക്ക് വെള്ളം എടുത്ത് തരലാണല്ലോ എന്റെ പണി. ദാഹിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ ചോദിക്കുമ്പോ കൊടുക്കാതിരിക്കുന്നതൊക്കെ വലിയ തെറ്റാണ് കേട്ടോ. നീ കൂടുതൽ പ്രസംഗിക്കാടെ ഇറങ്ങടി. ആഹാ, യശോദാമ്മ നല്ല ഫോമിലാണല്ലോ അവണി. ഒരു കണക്കിനത് നല്ലതാ. ഇതേ എന്റെ വീടാണ്. ഇവിടെ അതിക്രമിച്ച് കയറിയെന്ന് പറഞ്ഞ് ഞാനൊരു കേസ് കൊടുത്താലുണ്ടല്ലോ, അകത്ത് കിടക്കും. അയ്യോ, എന്നെ ജയിലിലാക്കല്ലേ യശോദാമ്മേ. വേണമെങ്കിൽ ആവണിയോട് ചെയ്യുന്നത് പോലെ എന്നെ ഇല്ലാതാക്കാൻ നോക്കിക്കോ. അപ്പോഴത്തെ കാര്യങ്ങളെ കുറിച്ച് നീ അപ്ഡേറ്റഡ് ആണല്ലേ? വെരി മച്ച്. അഞ്ജു, വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, കുറച്ച് എണ്ണ താഴെ ഒഴിക്കും. ഞാൻ ഈ തെന്നി വീഴാം. അമ്മ പോലീസിനെ വിളിക്കാമ്മ.
പറ, സത്യം പറ. ഇപ്പൊ ഒരു രസം വന്നില്ലേ? നല്ല രസമായി. ആ പോലീസിനെ വിളിക്കാമ്മ. അഞ്ജു, അവള് ചുമ്മാ വന്നതല്ല. എന്ത് പറഞ്ഞിട്ടും ഒരു പേടിയും കൂസലും ഇല്ല. അതിപ്പോ ഏട്ടത്തിക്കും ഇല്ലല്ലോ. അല്ല, ഏട്ടത്തിയുടെ കൂടെ വന്നവരല്ലേ, അപ്പൊ അവർക്കും കൂസലുണ്ടായില്ല. നീ മോഹനെ വിളിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. അവൾ ആരാന്നറിയണം. എന്തോ ഒരു പന്തികേടുണ്ട്. അമ്മ, എനിക്ക് തോന്നുന്നു അവരുടെ സൈഡ് സ്ട്രോങ് ആക്കാൻ വേണ്ടി അവർ പുതിയ പുതിയ ആളുകളെ ഇറക്കുകയെന്ന്. ഞാൻ എന്തായാലും മോഹനേട്ടനെ വിളിക്കട്ടെ. ഹലോ. ആ ഏട്ടാ, അമ്മ പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഏയ്, അമ്മയ്ക്ക് അസുഖമൊന്നുമില്ല. ഇവിടെ തന്നെ. എടാ, പെട്ടെന്ന് ഇങ്ങോട്ട് വാ, അത്യാവശ്യമാണ്. കേസ് ഉടനെ വിളിക്കും. ആവണി പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. നാരായണൻ വക്കീലും മാനസികമായി തളർത്തുന്ന പല ക്വസ്റ്റ്യൻസും ചോദിച്ചെന്നിരിക്കും. നമുക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള പല ചോദ്യങ്ങളും ഉണ്ടാവും. കേൾക്കാൻ അറയ്ക്കുന്ന കാര്യങ്ങൾ വക്കീല് പറയും. അതിലൊന്നും പതറരുത്. ബോൾഡായിട്ടിരിക്കുക. മാഡം, ഇതാ എന്റെ മോള് മാളു. ഇത് ദേവൂട്ടി, അഞ്ജുവിന്റെ മോളാ. ഇതാരാ അമ്മ? ഇതാ അമ്മയുടെ വക്കീല്. ഹായ് ആന്റി. ഹായ്. ഹായ് ആന്റി. ഹായ് ദേവൂട്ടി. വാണിയമ്മ പാവാട്ടോ. ആ, അതെനിക്കറിയാം. മോളുടെ വല്യച്ഛൻ പാവല്ലേ? വെല്ലിച്ചൻ അച്ഛനും പാവാ. ആന്റി, ഞാൻ ഒരു കാര്യം പറയട്ടെ? പറഞ്ഞോളൂ. ഇവര് തമ്മിലുള്ള പ്രശ്നം വലിയ പ്രശ്നം ആന്റി. ഇനി ഇവര് തമ്മിൽ ഇനി ഒന്നിച്ചു പോവില്ലെന്ന് എനിക്ക് അറിയാം. പക്ഷേ എന്നാലും എൻ്റെ ആഗ്രഹം ഇവർ രണ്ടുപേരും വഴക്കില്ലാതെ സന്തോഷമായിട്ട് ജീവിക്കാനാ. ഡിവോഴ്സ് ആകില്ലെന്ന് അമ്മ എനിക്ക് വാക്ക് തന്നാ. പക്ഷേ കേസ് വിളിക്കാറായെന്നൊക്കെ എനിക്കറിയാം. ആന്റി പറ, ഇനി ഇവര് ഡിവോഴ്സ് ആവുമോ? ആന്റിക്ക് ഇവരെ ഒന്നിപ്പിക്കാൻ പറ്റുമോ? ഒരാഴ്ച അച്ഛൻ്റെ കൂടെയും ഒരാഴ്ച അമ്മയുടെ കൂടെ നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ആന്റി. എനിക്കിവരെ രണ്ടുപേരെയും വേണം. പ്ലീസ് ആന്റി. മോള് വിഷമിക്കണ്ട. എന്തായാലും നല്ലൊരു തീരുമാനം ഈ കേസിലുണ്ടാവും. മോള് ധൈര്യമായിട്ടിരിക്കും. ആന്റി, എന്റെ അമ്മയുടെ പേരിലൊരു കേസ് കേട്ടെ. അതെന്ത് കേസ്? എന്റെ അമ്മ എപ്പോഴും അച്ഛനെ വരട്ടു. ആഹാ, ആ, അത് നമുക്ക് ശരിയാക്കാൻ ദേവു. ഓക്കെ ഓക്കെ. ചെല്ല്. ഇതിപ്പോ ആകപ്പാടെ ധർമ്മസങ്കടത്തിലായാലോ കാര്യങ്ങള്. ഇല്ല, കേസ് വിളിക്കട്ടെ, എല്ലാം ട്രാക്കിലായിട്ട് വരും. അമ്മ, അതെ മോഹനേട്ടൻ. എന്താമ്മേ? എടാ, ആ സുധ വന്നിട്ടുണ്ട്. സുധയോ? സുധയപ്പോന്ന് ഇവിടെ? അതെനിക്കറിയില്ല. ഒറ്റയ്ക്കാണല്ലോ വരവും പോക്കും. ഇപ്പൊ ഒരു പിശാചിനെ കൊണ്ടാ വന്നേക്കുന്നത്. പിശാച? ഏത് പിശാച്? എനിക്കറിയില്ല. വീട്ടിൽ കയറി വന്നിട്ട് നമ്മളൊക്കെ വരട്ടുക. ആഹാ, അതേതവളാണ് നമ്മുടെ വീട്ടിൽ കയറി നമ്മളെ വന്ന് ഭരിക്കണത്? അതൊന്നും കാണണമല്ല. അമ്മ ഒന്നേ ഒന്നും അറിയണമല്ലോ. അരുന്ധതി വക്കീലൊക്കെ വന്നിട്ടുണ്ടമ്മ. ഇല്ല, ഇവിടെ കുഴപ്പമൊന്നുമില്ല. അവര് വെറുതെ വന്നതാ.
അതെ അതെ. അമ്മ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി. ഇവിടെ ആരടി വന്നത്? സുധ എവിടെ? നിങ്ങളെന്താ ഇവിടെ? നിനക്കിവരെ അറിയോ? ഇതാണ് ഇവള് എനിക്കെതിരെ വെച്ചിരിക്കുന്ന വക്കീൽ അരുന്ധതി. ഓ, അതാണല്ലേ നിയമവും വകുപ്പും ഒക്കെ പറഞ്ഞ് അകത്ത് കയറിയത്. ഇവരോട് ഞാൻ എത്ര തവണ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞതെന്നറിയോ? ഉടുമ്പ് പിടിച്ചോലെ കടിച്ചു നോക്കി കിടക്കുക. അമ്മ പറഞ്ഞ കേട്ടില്ലേ? അല്ല, ഈ നാരായണ വക്കീൽ എന്താ ഇവിടെ? എന്റെ വീട്ടിൽ എന്നെ കാണാൻ പലരും വരും. അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? വക്കീല് നിങ്ങളുടെ ഗസ്റ്റ് ആണെങ്കിലേ മാഡവും ചേച്ചിയും എന്റെ ഗസ്റ്റാണ്. നീ തന്നെ ഇവിടെ അധികപ്പറ്റാണ്. അപ്പാണ് അവളുടെ ഒരു ഗസ്റ്റ്. ഇവരെന്റെ ഗസ്റ്റാണ്. നിന്റെ ഗസ്റ്റാ? അതിന് നിനക്ക് ഇവരെ അറിയോ? ഈ നിൽക്കുന്ന ചേട്ടൻ്റെ ഗസ്റ്റ് അല്ലേ? അതുപോലെ മാഡം എൻ്റെ ഗസ്റ്റാ. മാഡം വന്നിട്ട് കുറേ നേരമായാ? നമുക്ക് വേണമെങ്കിൽ റൂമിൽ സംസാരിക്കാം. അഞ്ചു, നീ മാഡത്തിന് കുടിക്കാനൊന്നും കൊടുത്തില്ലേ? ഇവനെങ്ങനെ അമ്മ ഇങ്ങനെ ആയി പോയത്? നിക്കടാ. എനിക്ക് കേസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ. അയ്യോ, വക്കീലിനോടല്ല, ആവണിയോടാ. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് പോണമായിരിക്കും. അതിനെ എടുത്തു പറയണോ? പറയണമെങ്കിൽ പറയാം. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഒന്ന് പോയി തരൂ. ഇപ്പൊ ക്ലിയർ ആയല്ലോ? ഭാഗ്യല്ലേ? ആക്ച്വലി ഇവിടെ എന്താ നടക്കണേന്ന് മനസ്സിലായില്ല. ഏട്ടത്തിൻ്റെ ഗസ്റ്റാണെന്ന് മാത്രമേ കേട്ടത്. പിന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. അതാ പിന്നെ ഞാൻ എൻ്റെ ഗസ്റ്റാന്ന് പറഞ്ഞത്. പ്രകാശനല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? ഇവിടെ കരുണയുള്ള ചുരുക്കം ചിലരില് പ്രകാശ് എന്ന പേര് കേട്ടിരുന്നു. ഞാൻ അരുന്ധതി, ആവണിയുടെ അഡ്വക്കേറ്റ് ആണ്. നിങ്ങൾക്ക് കേസിൻ്റെ കാര്യം എന്തോ ഡിസ്കസ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഞാൻ താഴത്തേക്ക് വെക്കണോ? അയ്യോ പ്രകാശ്, ഞാൻ അത് ചുമ്മാ പറഞ്ഞതാ. അവൻ ഇത്രയും പറയുമ്പോൾ നമുക്ക് തിരിച്ച് കുറച്ച് ഡോസുകൾ കൊടുക്കണ്ടേ? അത്രേ ഉള്ളൂ. അതെന്തായാലും നന്നായി. ചേച്ചി എന്തേലും കാര്യം ഉണ്ടായിട്ട് വന്നാണോ അതോ? ഏയ്, ചുമ്മാ വന്നതാ. മാളു എവിടെ? ഓ, സീക്രട്ട്. നടക്കട്ടെ. നീ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്ക. ഞങ്ങൾക്ക് പ്രകാശിനോടൊന്ന് സംസാരിക്കണം. ശരി എന്നാ. ശരി മാഡം. എന്താ പറയാനുള്ളത്? ഈ ബർത്ത്ഡേ പ്ലാനിങ് ഒക്കെ എങ്ങനെയാ? അതെന്തായാലും പ്ലാൻ ചെയ്യണം. എന്നാ വാ, പ്ലാൻ ചെയ്യാം. താപ്പാനെയാണ്, സൂക്ഷിക്കണം. നിങ്ങളൊക്കെ ആവണിയോടുള്ള സമീപനം എങ്ങനെയാണെന്ന് നേരിട്ട് കണ്ടറിയാൻ വന്നതാ. എന്നിട്ടത് കോടതി കൊണ്ടുപോയി നമുക്കെതിരായിട്ടുള്ള തെളിവായി ഉപയോഗിക്കും. നിങ്ങളാരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? എന്തൊക്കെയോ പറഞ്ഞു എന്ന് തോന്നുന്നു. ഇനി പറഞ്ഞതൊക്കെ പോട്ടെ. തൽക്കാലം ഇനി അവരുടെ പോകാതിരിക്കാൻ നല്ലത്. റിസ്കാ. ശരി ശരി, എല്ലാം വക്കീല് പറഞ്ഞ പോലെ തന്നെ ആയിക്കോട്ടെ. എനിക്ക് ഈ മാരണങ്ങൾ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്നൊന്ന് ഇറക്കി തരണം. എനിക്കത്രേ ഉള്ളൂ. അത് പോകും. ആവണിയെ മോഹന്റെ കാൽച്ചൂട്ടി കൊണ്ടുതരും. അതെന്റെ വാക്കാ. പോരെ വക്കീലെ.
രണ്ടുപേരും കൂടി മാറിയിരുന്ന് എന്താ പരിപാടി? സർപ്രൈസാ, പറയത്തില്ല. വക്കീലാൻറ്റി എന്തി അമ്മ? വക്കീലാന്റി ഒക്കെ അപ്പുറത്തുണ്ട്. നിങ്ങൾ കാര്യം പറ. എടി പറയടി, ഞാനൂടെ അറിയട്ടെ. സീക്രട്ട് അല്ലേ, ഞങ്ങൾ പറയില്ല. ആവണി, അച്ഛൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നാണോ? ഇല്ല മോളെ, അച്ഛനമ്മ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നല്ലേ. ഹാപ്പി ബർത്ത്ഡേ ആവണി. അതിനച്ഛൻ അമ്മയുടെ ബർത്ത്ഡേ ഒക്കെ ഓർമ്മയുണ്ടോ? ഇത് ശരിക്കും സർപ്രൈസ് ആയി അച്ഛാ. അമ്മയ്ക്ക് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചല്ലോ. പക്ഷെ അമ്മ ഗിഫ്റ്റ് വാങ്ങിയില്ലല്ലോ. വാങ്ങിക്കമ്മ, ഗിഫ്റ്റ് മേടിക്ക. ഇത് രഹസ്യമായിട്ട് തുറന്നു നോക്കാവൂ. ഇത് സർപ്രൈസ് ആണ് കേട്ടോ. ഒരു കാര്യം ചെയ്യാം, ഞങ്ങള് പോവാ. വാണിയമ്മ തുറന്നു വയ്ക്കോ? ശരിയാ. ഓക്കെ അച്ഛാ, ഞങ്ങൾ പോവാം. തുറന്നു നോക്കാവണി. നിന്റെ PSC എന്നുള്ള ചാട്ടം ഇതോടെ തീർന്നില്ലടി. നിനക്ക് ഏജ് ഓവർ ആയടി. ഹാപ്പി ബർത്ത്ഡേ ആവണി. ഇനി നീ പഠിച്ചിട്ട് എന്തുണ്ടാകാനാണ് പഠിപ്പ് അവിടെ? നിങ്ങള് അച്ഛൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹം സഹായിച്ചു തരുമോ? നിങ്ങളൊരു ഗവൺമെന്റ് ജോലിക്കാരി ആവോ? ഇനി നീ ജോലിന്നും പറഞ്ഞിറങ്ങില്ലല്ലോ. എനിക്ക് സന്തോഷമായി. വിടുമോളെ. അമ്മ നടക്ക്. എങ്ങോട്ടെ കൊണ്ടുപോന്നേ? അതൊക്കെ ഞാൻ പറയാം. നടക്ക്, സ്ട്രൈറ്റ് നടക്ക്. ഇനി ലെഫ്റ്റ്. എടി വിട്. കേക്കട്ടെ അമ്മ. ഇല്ല മാളു, ഇതെനിക്ക് സന്തോഷം തരുന്ന ബർത്ത്ഡേ അല്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം, എൻ്റെ അച്ഛൻ്റെ സ്വപ്നം, എൻ്റെ അമ്മയുടെ സ്വപ്നം, ഞാനൊരു ഗവൺമെന്റ് ജോലിക്കാരിയായി കാണണം എന്നുള്ളത് ഇന്നത്തോടെ അവസാനിക്കുക. ഇനി എനിക്ക് PSC എഴുതാൻ പറ്റില്ല. ഞാൻ തോറ്റു വെച്ച. അത് നീ തോറ്റതല്ലോ, നിന്നെ തോപ്പിച്ചതല്ലേ. നിനക്ക് 3 വട്ടം അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നതല്ലേ ആവണി? അത് നിന്റെ ഭർത്താവ് കത്തിച്ചു കളഞ്ഞല്ലേ?
നീ ഇത് എന്നോട് പറഞ്ഞില്ലല്ലോ അവിടെ. അച്ഛ അച്ഛൻ എന്നോട് ജീവിതത്തിൽ ഒറ്റ കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, ഒരു ഗവൺമെന്റ് ജോലിക്കാരി ആണെന്നുള്ളത്. അത് നേടിയിട്ടും പോവാൻ പറ്റിയില്ലല്ലോ. എന്റെ ഭർത്താവ് തന്നെ അത് ഇല്ലാതാക്കിയത് ഞാൻ അച്ഛനോട് എങ്ങനെ പറയായിരുന്നു അച്ഛൻ? എന്റെ മോള് നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തേ? അച്ഛ ഞാൻ തോറ്റു നിൽക്കുന്ന ദിവസമായിരുന്നു ഇന്ന്. ഞാൻ എങ്ങനെയാ അച്ഛ ബർത്ത്ഡേ ആഘോഷിക്കണ്ടോ? മോളെ നിന്റെ തോറ്റ മുഖം കണ്ട സന്തോഷത്തിലാ ഇവിടെ പലരും. നീ തോറ്റു കൊടുക്കുന്നില്ല. ആവണി, ഈ കത്തി പിടിക്ക്. കേക്ക് കൊടുത്തു. ആവണി, നീ ആ കത്തി വാങ്ങിക്കേ. നിന്റെ അച്ഛൻ പറഞ്ഞതാണ് ശരി. നീ തോൽക്കുന്നത് കാണാൻ നിൽക്കുന്നവരുടെ മുന്നിൽ നീ തോറ്റിട്ടില്ല എന്ന് കാണിക്കണം. നീ ആ കത്തി വാങ്ങിയത് കട്ട് ചെയ്യേ. അമ്മ, ബർത്ത്ഡേ ആയിട്ട് അമ്മയ്ക്ക് എന്ത് ഗിഫ്റ്റാ തരണ്ടേ? ഗിഫ്റ്റും ഇതൊക്കെ തന്നെ ധാരാളം മോളെ. അത് പറഞ്ഞാ പറ്റില്ല. അങ്കിള്